ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ മരിയ ഭക്തിക്ക് മറ്റൊരു ദൃഷ്ടാന്തം കൂടിയായി മാറുകയായിരുന്നു അദ്ദേഹം മാർപ്പാപ്പ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ സുപ്രധാനമായിട്ടുള്ള സന്ദർശനങ്ങൾ. റോമിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന വത്തിക്കാനിൽ ഏകദേശം 65 കിലോമീറ്ററോളം ദൂരമുള്ള ഏകദേശം 1 മണിക്കൂർ യാത്രാസമയം എടുക്കുന്ന ജനസാനയിലുള്ള അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മാർപ്പാപ്പ നടത്തിയ ആ ഒരു സന്ദർശനം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായമായി മാറുകയായിരുന്നു. 1200 മുതൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ കീഴിലുള്ളതാണ് അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ ജനസാനോയിലുള്ള ആ മരിയൻ തീർത്ഥാടന കേന്ദ്രം. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാർപ്പാപ്പ ആ ഒരു സന്ദർശനം നടത്തിയത്. പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ തൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ താൻ അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്ന് ലയോ 14 മാർപ്പാപ്പ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കവേ വ്യക്തമാക്കി. ലയോ 13 മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രിയപ്പെട്ട പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ചിത്രം ആ തീർത്ഥാടന കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ജോൺ 23 മാർപ്പാപ്പയും ജോൺ പോൾ 2 മാർപ്പാപ്പയും ആ ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക തീർത്ഥാടന കേന്ദ്രത്തിൽ സന്നിഹിതരായിരുന്ന തീർത്ഥാടകരോട്, വിശ്വാസി സമൂഹത്തോട് ലയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന് ശേഷം തീർത്ഥാടന കേന്ദ്രത്തിലെ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹാംഗങ്ങളുമായി മാർപ്പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് വത്തിക്കാനിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മേരി മേജർ ബസിലിക്കയിലേക്ക് സന്ദർശനം നടത്തിയത്. അവിടെ എത്തിയ ലയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം സന്ദർശിക്കുകയും പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കല്ലറയിങ്കൽ അല്പസമയം ചെലവഴിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെ 8ഓളം മാർപ്പാപ്പമാരുടെ കബറിടം 4 പേപ്പൽ ബസിലിക്കകളിൽ ഒന്നായ റോമിലെ മേരി മേജർ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സാലൂസ് പോപ്പുലി മാതാവിൻ്റെ ആ ഒരു ചിത്രത്തിന് സമീപവും മാർപ്പാപ്പ എത്തുകയും അവിടെയും അല്പസമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. ലയോ 13 മാർപ്പാപ്പയാണ് റോമിലെ ജനസാനോയിലുള്ള പരിശുദ്ധ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തെ മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയത്. മദർ ഓഫ് ഗുഡ് കൗൺസിൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ആ പ്രത്യേക പ്രാർത്ഥനയും ജനസാനോ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ മാർപ്പാപ്പ ചൊല്ലുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം, അതായത് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ആ ഒരു ഞായറാഴ്ച, കർദിനാളായി മേരി മേജർ ബസിലിക്ക സന്ദർശിച്ച കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് 2 ആഴ്ചയ്ക്ക് ശേഷം മാർപ്പാപ്പയായി മേരി മേജർ ബസിലിക്കയിലെത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ച വിശ്വാസി സമൂഹത്തിന് തീർച്ചയായും നവ്യമായ ആത്മീയ അനുഭവം സമ്മാനിക്കുന്ന ഒരു കാഴ്ചയായി മാറുകയായിരുന്നു. 2 ആഴ്ച മുമ്പ് കർദിനാളായി മേരി മേജർ ബസിലിക്കയിലെത്തിയ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് 2 ആഴ്ചയ്ക്ക് ശേഷം 2025 മെയ് മാസം 10 ശനിയാഴ്ച വൈകുന്നേരം മാർപ്പാപ്പയായി മേരി മേജർ ബസിലിക്കയിലെത്തി പ്രാർത്ഥിക്കുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഒരു നാഴികക്കല്ലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.